വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പുതിയതായിട്ടുള്ള ഒരു 10 വേർഡ്സ് ആണ് കേട്ടോ. വേർഡ് മീനിങ്സ് ആണ്. ഓക്കെ, ശരി. ആദ്യം തന്നെ ഫൈദ. ഫൈദ എന്ന് പറയുന്നത് നമ്മൾ പ്രയോജനം എന്ന് പറയാം, അതുപോലെ തന്നെ ഗുണം കേട്ടോ, ഗുണങ്ങൾ. അതാണ് ഈ ഫൈദ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കാണ് നുക്സാൻ. നുക്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം, അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്ന ദോഷം എന്നൊക്കെ വരും കേട്ടോ. പറഞ്ഞുതരാം. അടുത്ത വാക്ക് മജ്ബൂത്ത്. മജ്ബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ, സ്ട്രോങ് എന്നാണ് അർത്ഥം. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ പറയാണ് ഈ ടേബിൾ നല്ല സ്ട്രോങ് ആണ്. എങ്ങനെയാ? ഈ ടേബിൾ കാഫി മജ്ബൂത്ത്. മനസ്സിലായോ? ഓക്കെ, അതുപോലെ എന്തായാലും ഇപ്പൊ പറയണ ഒരാളുടെ മനസ്സ് സ്ട്രോങ് ആണ്, ഉൻക മൻ മജ്ബൂത്ത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളിലൊക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന വേർഡാണ് കേട്ടോ. സ്ട്രോങ് എന്നാണ് അർത്ഥം വരുന്നത്, ശക്തമായ. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് കംസോർ. കംസോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലമായ. ഓക്കെ, വീക്ക് അതാണ് അർത്ഥം. നമ്മൾ ആ ഒരു വ്യക്തിനെ ഓ ആ വ്യക്തി വളരെ വീക്കാണ്, എങ്ങനെ പറയാ? ഓ ഇൻസാൻ കാഫി കംസോറെ. ഓ ഇൻസാൻ കാഫി കംസോറെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു പട്ടിയെ കഷ്ണം എടുത്തിട്ട് പറയുകയാണ് മരത്തിന്റെ, ഓ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും, ഇതിന് ബലമില്ല, അങ്ങനെ പറയില്ലേ? അതെങ്ങനെയാ പറയാ? ഏ ലക്കടി. ലക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരക്കഷ്ണമാണ് കേട്ടോ. ഏ ലക്കടി കംസോറെ. കംസോർ എന്ന് പറഞ്ഞാൽ ദുർബലമാണ്, ശക്തിയില്ലാത്തതാണ്. ഓക്കെ, അപ്പൊ എന്താ പഠിച്ചേ? മജ്ബൂത്ത്, കംസോർ. ഓക്കെ, ശരി. ഇപ്പൊ നമ്മളൊരു ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പിത്ത. പപ്പിത്ത കഴിക്കുന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അതെങ്ങനെയാ പറയാ? പപ്പിത്ത ഖാനേക്ക് നുക്സാൻ ഓർ ഫൈദേ എന്ന് ഉദ്ദേശിക്കുന്നത് പപ്പിത്ത കഴിക്കുന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. പപ്പിത്ത ഖാനേക്ക് നുക്സാൻ ഓർ ഫൈദേ. മനസ്സിലായോ? അതാണ് ഈ രണ്ട് വാക്ക്. ഇനി അടുത്തൊരു വാക്കാണ് മെഹനത്ത്. മെഹനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനം. മനസ്സിലായോ? മെഹനത്ത്, കഠിനാധ്വാനം. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ നല്ലപോലെ കഠിനാധ്വാനം ചെയ്തിരുന്നു. मैंने बहुत ज्यादा मेहनत करती थी. ओके, मैंने बहुत ज्यादा मेहनत करता था എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ശരി. ഇനി അടുത്ത വാക്കാണ് താക്കത്ത്. താക്കത്ത് എന്ന് പറഞ്ഞാൽ ശക്തി. ഓക്കെ, താക്കത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ശക്തിയില്ല. അതെങ്ങനെ പറയാ? എനിക്ക് ശക്തിയില്ല അല്ലേ? മുജ്മേ ऐसा करने की ताकत नहीं है. मुझमे ऐसा करने की ताकत नहीं है. മനസ്സിലായോ? എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ശക്തിയില്ല, അതാണ്. ഓക്കെ, ഇനി അതുപോലെ ഒരു സെന്റൻസ് ആന. നല്ല ശക്തിയുള്ള മൃഗമാണ് ആന അല്ലെ? അതെങ്ങനെയാ? ഹാത്തി ഏക് താക്കത്വർ ജാൻവർ. ഹാത്തി ഏക് താക്കത്വർ ജാൻവർ. അതാണ് താക്കത്ത്. ഓക്കെ, ശക്തി. ഓക്കെ, ഇനി അടുത്ത വാക്കാണ് ബച്പൻ. ബച്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് എൻ്റെ കുട്ടിക്കാലം വളരെ നല്ലതായിരുന്നു. അതെങ്ങനെ പറയാ? മേരാ ബച്പൻ ബഹുത് അച്ഛാ താ. ഓക്കെ, മേരാ ബച്പൻ ബഹുത് അച്ഛാ താ. അപ്പൊ ആ വേർഡ് എന്താണ്? ബച്പൻ, കുട്ടിക്കാലം. ഓക്കെ, ശരി. ഇനി നഫ്രത്ത്. അടുത്ത വേർഡ് നഫ്രത്ത്. നഫ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ് എന്നാണ്. ഓക്കെ, വെറുപ്പ്. അപ്പൊ ഞാൻ പറയണം എനിക്ക് അവനോട് വെറുപ്പാ, അങ്ങനെ പറയില്ലേ? ഓ എനിക്ക് അവനോട് വെറുപ്പാ, ഞാൻ അവനോട് സംസാരിക്കാറില്ല, അപ്പൊ എനിക്ക് അവനോട് വെറുപ്പാണ് എന്നെങ്ങനെ പറയാം? മുझे उससे नफरत है. मुझे उससे नफरत है. ഓക്കെ, ശരി. അടുത്ത വാക്കാണ് ദിക്കത്ത്. ദിക്കത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് എന്നാണ്. ഓക്കെ, തക്ലീഫ് ആ അർത്ഥത്തിൽ വരുന്ന കേട്ടോ. തക്ലീഫ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് ദിക്കത്ത്. ദിക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിമുട്ട്. എനിക്ക് അവിടെ നിന്നും വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെ പറയാം? എനിക്ക് അവിടെ നിന്നും വരാൻ ബുദ്ധിമുട്ടാണ്. വഹാസെ ആനേമേ മുझे ദിക്കത്ത്. വഹാസെ ആനേമേ മുझे ദിക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ശരി. ഇനി ലാസ്റ്റ് വേർഡാണ് ഖതർനാക്ക്. ഖതർനാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറസ്. ഓക്കെ, അപകടകരമായ, അതാണ് അതിന്റെ മലയാളം വേർഡ് കേട്ടോ. ഓക്കെ, ഖതർനാക്ക്. ഇപ്പൊ നമ്മൾ പറയില്ലേ ലയൺ ഒരു അപകടകാരിയായ മൃഗമാണ്,
शेर एक खतरनाक जानवर है. ഷെയർ ഏക് ഖതർനാക് ജാൻവർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുമല്ലോ, ഓഫ് അവനോട് അധികം തമാശ പറയണ്ട, അവൻ ഡേഞ്ചർ ആണ്, ആ രീതിയിൽ പറയില്ലേ നമ്മൾ, ആളത്ര ഇതല്ല എന്നുള്ള രീതിയിൽ. അതന്നെ നമ്മൾ ഖതർനാക്ക്, ഓ ആത്മി ഖതർനാക്ക്. മനസ്സിലായോ? അപ്പോൾ ഞാൻ സിറ്റുവേഷൻസ് പറയുന്നതാണ്. നിങ്ങൾ ഇന്ന് ഞാൻ ഈ 10 പുതിയ വേർഡ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്, സെന്റൻസ് അല്ല. ആ സെന്റൻസുകൾ എങ്ങനെയാണ് ആ വേർഡ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് സെന്റൻസ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ പുതുതായിട്ട് 10 വാക്കുകളാണ് പഠിച്ചത്, 10 വാക്കുകളുടെ അർത്ഥങ്ങളാണ് പഠിച്ചത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.